ഇങ്ങനെ വന്നപ്പോൾ കാർ ഡ്രൈവ് ചെയ്ത് അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, പിന്നെ ഈ കൊണ്ടോട്ടിന്റെ ആകാശത്തിലൂടെ വിമാനം ഇങ്ങനെ പോകുമ്പോ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാകാം എപ്പോഴെങ്കിലും, അങ്ങനെയുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ എനിക്കിതൊന്ന് ഭർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാവാം. അതങ്ങനെ റബ്ബങ്ങനെ ഞങ്ങൾ കബൂൾ ചെയ്തു എന്നുള്ളതാണ്. വലിയ ഒരുപാട് പിന്നെ വരുന്ന കുട്ടികൾക്ക് വലിയ ഒരു പ്രചോദനമാവാൻ കഴിയും. അതിനനുസരിച്ച് അൽഹംദുലില്ലാഹ് ചിലവർക്കാണ് അള്ളാഹു എല്ലാ നമ്മൾ ഈ ദുആകൾക്കൊക്കെ 4 അവസ്ഥ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒന്നിന് റബ്ബ് ചിലപ്പോൾ അപ്പം തന്നെ ഉത്തരം കൊടുക്കുന്ന, ഒന്നിന് റബ്ബ് കുറേ കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ, ഒന്ന് പിന്നെ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല, നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു ആപത്ത് തട്ടിക്കളയായിരിക്കും അതുകൊണ്ട് ചെയ്യാം. പിന്നെ 4ാമത്തെ ആഖിറത്തേക്ക് വെക്കുന്നു, പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആലോചിക്കും, എനിക്ക് ദുനിയാവിൽ നിന്ന് ഉത്തരം വേണ്ടിയതില്ലായിരിക്കും, ഇവിടുന്ന് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ചെറുത് നമുക്ക് ഇവിടെ കിട്ടുന്നതാണല്ലോ അല്ലേ. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം. നമ്മള് പിന്നെ മാത്രമാണ് എവിടെ വെച്ചിട്ടാണ് ഇതിന് വഴിത്തിരിവായി തോന്നിയത്, ഞാൻ ഇതിലേക്ക് പോകാം അല്ലെങ്കിൽ പോയാൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും എന്ന് തോന്നി തുടങ്ങിയത് എങ്ങനെയാണ് എന്താണ്? ടീച്ചറാണ്, എഞ്ചിനീയറാണ്, അത് പിന്നെ വലുതാവുന്ന ആഗ്രഹങ്ങളൊക്കെ മാറുമല്ലോ. അപ്പൊ അങ്ങനെ മാറി പിന്നെ 10ാം ക്ലാസ്സിന് ഈ പൈലറ്റ് എന്നുള്ള കൺസെപ്റ്റ് എന്റെ തലയിൽ കയറി. അത് ശരിക്കും ആകാശം ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ജോബ്സ് ഒന്നും എനിക്ക് ഇഷ്ടമില്ല. അപ്പം പിന്നെ ഈ ജോബ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇത്രയും മണിക്കൂർ ചെലവഴിക്കണം എന്നൊന്നുമില്ല. അതായത് രാവിലെ തൊട്ടിപ്പം ഓഫീസിലൊക്കെ പോകണമെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം ആ ജോബ്സ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തതാണ്. എനിക്ക് കുറച്ച് ഒരു അഡ്വഞ്ചറസ് ആയിട്ട് എൻജോയ്മെന്റ് ചെയ്തിട്ട് ഒരു ജോലിയാണ്. അപ്പം പൈലറ്റ് എന്നുള്ളൊരു വീട്ടിൽ നിന്ന് അതിനെ ഒരു അതൊക്കെ ചിലപ്പോ ഇങ്ങനെയൊക്കെ എങ്ങനെ കഴിയുക നമുക്കൊക്കെ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു 10ാം ക്ലാസ്. ഞാൻ അമ്മയോട് പറഞ്ഞു, ഉമ്മച്ചിനോട് പിച്ചിനോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇത്രയും പൈസയൊക്കെ വേണമല്ലോ, അപ്പൊ +2 എന്തായാലും കഴിയൊക്കെ പറഞ്ഞു. +1 +2 കഴിഞ്ഞ് +1 +2 പഠിച്ചപ്പോൾ എനിക്ക് ഉറപ്പില്ലായിരുന്നു ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ. നല്ല ഡൗട്ടായിരുന്നു. +1 +2 ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, നാട്ടിൽ തന്നെ. സാറന്മാരെ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ പഠിപ്പിച്ച അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാറന്മാരോടൊക്കെ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പോ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രചോദനം? ഞാനത് ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല. എന്റെ ഫ്രണ്ട്സ്, എന്റെ 4-5 ഫ്രണ്ട്സിന് മാത്രമേ അറിയുള്ളൂ, ബാക്കി ടീച്ചേഴ്സിനോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ അന്ന് പൈലറ്റ് പിന്നെ എടുക്കുന്ന സമയത്ത് ഒരു പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ ഒരു പേടി എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത്? ഞാനിപ്പോ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളൊരു മനസ്സിലാക്കാനാണ്. അതായത് ഞാനിവിടെ കക്കാടമ്പുറം പൂക്കത്ത് മഹലിലായിരുന്നു 7 വർഷം. അതെ വാഫിക്ക് ഞാനാ പറഞ്ഞയച്ചത്. 12 കുട്ടികളെ ഞാൻ വാഫിക്ക് അയച്ചത്. എൻ്റെ 100 മക്കളുടെ വിദ്യാർത്ഥികളാണ് എൻ്റെ ദർസിലെ വിദ്യാർത്ഥികൾ. 100 കുട്ടികളുടെ ചരിത്രമാണ്. നമ്മുടെ ബാവട്ടിയാജിന്റെ മരുമകൻ അബ്ദുൽ ഷുക്രുദ്ദീന്റെ വാപ്പ 12 കൊല്ലം നിന്നു. അതിന്റെ ശേഷം പിന്നെ ഞാനാണ് കൂടെ നിന്നത്. പിന്നെ ഷുക്രുദ്ദീന്റെ നിക്കാനൊക്കെ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ്. പിന്നെ അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ നല്ലൊരു മഹല്ല, നല്ല വലിയൊരു മഹൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഞാൻ കുട്ടികൾ പിന്നെ മാത്രമല്ല, അവിടെ ഫസ്റ്റിൽ മുസല്ല നിസാ വന്നത് അവിടെയാണ്, മുക്കത്ത് പള്ളിയില എന്ന് പറഞ്ഞാൽ. പിന്നെ കരിപ്പൂർ ഹജ്ജ് തുടങ്ങിയപ്പോൾ ഫസ്റ്റിലെ ഹജ്ജിൽ പള്ളിൻ്റെ സൗകര്യം, റോഡിൻ്റെ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യത്തിന് നമ്മളെ പള്ളിക്ക് അവിടെ നിർത്തും. ആണുങ്ങൾ നിസ്കരിക്കാൻ, പെണ്ണുങ്ങളുണ്ടാവും ബസ്സിൽ, അവർക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ല. അപ്പം ഞാൻ തൊട്ട് സമുദാജിൻ്റെ അവിടെ നമ്മളെ പിന്നെ പ്രസ്ഥാന ബന്ധുവാണ്. അപ്പം മൂപ്പര വീട്ടിലേക്ക്, മൂപ്പരില്ല ആണുങ്ങളവിടെ ഇല്ലാത്ത വീടാണ്, അവിടെ ഹെൽപ്പ് ചെയ്തു. നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ പെണ്ണുങ്ങൾക്ക് വീടിനടുത്ത് തന്നെയാണ്. പിറ്റത്തെ റമദാൻ വന്നപ്പം ഞാൻ ജുമാക്ക് ജനങ്ങളോട് ഈ കാര്യം എടുത്ത് പറഞ്ഞു. പിന്നെ ഇഹ്സാനം വബിൻ സബീൽ അതിലത് ഊന്നിയാണ് ഞാൻ സംസാരിച്ചത്. ഇഹ്സാനം വബിൻ സബീൽ ഏറ്റവും വലിയ ഇഹ്സാൻ അതാണ്. അപ്പോൾ ഈ ഊക്കത്തെ പള്ളിയുടെ ചാരി ഒരു 9 സെന്റ് സ്ഥലം അപ്പുറത്ത് കൊടക്കല്ലിങ്ങനെ ഒരു പള്ളിക്കുള്ള ഹദിയ ആയിട്ടാണത്. അവരെപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളെ പള്ളിയുടെ അടുത്തുള്ള സ്ഥലം
ഞങ്ങൾക്ക് ഹദിയെടുക്കാൻ കാര്യമില്ല, ഉഗത പള്ളി എടുത്തോളി എന്ന് പറയാറുണ്ട്. അപ്പം ഈ ഒരു അവസരം ഇതാക്കിയിട്ട് ജുമാക്ക് AP മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തന്റെ അവാർഡ് കിട്ടിയ മരിച്ച മുമ്പ് AP മുഹമ്മദ് മുസ്ലിയാർ ഒരു 50 വർഷം നജമുലുദ പരപ്പനങ്ങാടി നജമുലുദന്റെ സ്വതരായിട്ട് സമസ്തന്റെ അവാർഡ് കിട്ടിയ മുസ്ലിമാണ് AP മുഹമ്മദ് മരിച്ച മുമ്പ്. അപ്പൊ മൂപ്പര് എഴുന്നേരുന്നത് അന്ന് മൂപ്പര മക്കളൊക്കെ അല്ലെങ്കിൽ നല്ല റായതലകൾ കൊണ്ടുള്ള നല്ല വെച്ചുണ്ടത്. മൂപ്പരൊരു കുട്ടി എൻ്റെ ദർസ് വിദ്യാർത്ഥിയായിരുന്നു, മരിച്ചു. മൂപ്പര അമീൻ എന്ന് പറയും പേരിലെ കുട്ടി. അപ്പം ആ കുട്ടിക്ക് വേണ്ടി കുട്ടീൻ്റെ പരലോക ഗുണത്തിന് ദർശനം നമ്മൾ ദർശ അപ്പോൾ കുട്ടീൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി ഈ 9 സെന്റ് സ്ഥലം ഉസ്താദ് പറയുന്ന ആവശ്യത്തിന് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് മൂപ്പരെ ഏറ്റെടുത്തു. മൂപ്പര് മക്കളെ കാശ് അയച്ചു കൊടുത്ത് കാശ് രജിസ്റ്റർ ചെയ്തു. ഉടൻ തന്നെ അതിലേക്ക് വേണ്ട സിമെന്റ്, മെറ്റല് എല്ലാം റെഡിയായി. ഒരു ബിൽഡിങ്ങിലേക്ക് ആവശ്യം. ഇന്ന് ഊക്കത്തെ പള്ളിനെ ചാരി 9 സെന്റും ആ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ ഒരു വശം മുസല്ല നിസാർ, സ്ത്രീകൾക്ക് അതാണ് നമ്മളെ അടിസ്ഥാനം. പിന്നെ അനുബന്ധമായ സ്ഥലങ്ങളിൽ വലിയ മുത്താലിമീങ്ങൾക്ക് കിച്ചണ്, പിന്നെ വരുമാനത്തിന് വേണ്ടി ഒരു പിന്നെ ആള് തൊട്ടുണ്ട്. ആ രൂപത്തിലൊക്കെ അതായിത്തീർന്നു. അപ്പൊ ചുരുക്കത്തിൽ ഈ കരിപ്പൂർ എയർപോർട്ട് വന്നപ്പോഴാണല്ലോ പൊതുവലി മുസ്ലിം നിസായിന്റെ തരം. അത് ഫസ്റ്റ് ഊക്കത്ത് മഹല്ല. അപ്പൊ അത് ഞാൻ പ്രത്യേകിച്ചും PK അബ്ദുൽ മുസ്ലിയാറാണ് പ്രസിഡന്റ്. മൂപ്പര് മദ്രസിന്റെ കളക്ഷന് വേണ്ടി വിദേശത്ത് പോയിരുന്നു. അബ്ദുൽ മുസ്ലിയാർ ഉണ്ടാവുമ്പോൾ ഞാൻ പിന്നെ അയച്ചാക്കെ ചെയ്ത് സംസാരിക്കില്ല. പ്രസിഡന്റുമാണ്, വലിയ ആലിമുമാണല്ലോ. മൂപ്പര് മദ്രസിന്റെ ഇതിനോട് പോയതുകൊണ്ടാണ് എനിക്കൊരു അവസരം കിട്ടിയത് പറയാൻ. അപ്പൊ റമദാനിക്ക് ഞാൻ എടുത്തപ്പം അത് 100% വിജയം. അപ്പം പിന്നീട് അതിന്റെ ക്ലിയറിങ് മാത്രമാണ് പിന്നെ ബാക്കിയുള്ളത്. അതിന്റെ ഫിനിഷിങ് അതിന് അവിടെ സ്ത്രീകൾക്ക് ക്ലാസ് ഉണ്ട്. മഹലില് 4 ഭാഗമായി തിരിച്ചിട്ട് അരീക്കൻ കുട്ടിയാജിയൊക്കെ കുട്ടിയാജിന്റെ വീട്ടിലാണ് തുടക്കം. ഒരു 4 ഭാഗമായി തിരിച്ചിട്ട് പഠന ക്ലാസ് ഉണ്ട് സ്ത്രീകൾക്ക്. അപ്പൊ ആ സ്ത്രീകളെ ക്ലാസ്സിൽ ഞാൻ ഈ വിഷയം എടുത്തിട്ടു. നിങ്ങളെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള യാത്രക്കാർക്കുള്ള സൗകര്യത്തിനാണ് എന്ന് പറഞ്ഞപ്പം ഇതൊക്കെ ആയിട്ടുണ്ട്. എങ്കിലും അതിന്റെ ബാക്കി അവശേഷിക്കുന്ന കാര്യങ്ങൾ ഇനിയുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ അവർ സ്വർണ്ണാഭരണങ്ങളും ഇതൊക്കെ തെരഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ആ ബില്ലിന് വളരെ നേരിട്ട് തന്നെ നടത്തുന്ന സംവിധാനം. അതിനിങ്ങനെ ഇതൊന്നുമില്ല, ബ്രാഞ്ചുകളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് പിന്നെ പരിശ്രമണമൊക്കെ താളു തന്നെ നേരിട്ട് തന്നെ നടത്തുന്നത്. പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു ആദ്യം നമ്മുടെ ദാൽഹുദയുടെ ഹുദവിമാരുടെ ഒരു സംഘടന ഹാദിയ തുടങ്ങിയത്. പിന്നീട് ദാൽഹുദ കൊണ്ട് സിപ്പറ്റ് എന്ന് പറഞ്ഞ സംവിധാനം ഏറ്റെടുക്കുക ചെയ്തു. ഇപ്പം നല്ല മക്കൾ അതിലുണ്ടായി വരുന്നുണ്ട്. ഒരുപാട് ഇപ്പം നമ്മളെ സർക്കലകളാവട്ടെ, നമ്മുടെ പരിപാടികൾ അതിലൊക്കെ ഇപ്പം മഹദീയന്മാരാണ്. ഇപ്പം ഞാൻ ഇവിടെ ഇതിൻ്റെ പുറക്കാട്ടറി കോഴിക്കോട് ക്ലാസ് നടക്കുന്നുണ്ട്. അത് ആഴ്ചയിൽ 2 ദിവസമാണ് ആള് വരുന്നത്. അതായത് കുട്ടികൾ പഠിക്കണാണിത്. ഞങ്ങളിവിടെ +1 സയൻസും ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ ഉണ്ട്. അതുപോലെ ഡിഗ്രി, സൈക്കോളജി ഉണ്ട്, BCom ഉണ്ട്. അപ്പോൾ അതിന്റെ കൂടെ കൊടുക്കാൻ പറ്റിയൊരു കോഴ്സ് താമസിച്ചത് എന്റെ ബ്രാഞ്ചിൽ 60 കോളേജുകളുണ്ട്. ഇതെന്ന് പഠിക്കുന്നത് ഇപ്പോൾ 1-2 കോളേജുകൾ. 100 ചില്ലറ കുട്ടികൾ ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. നമ്മുടെ 5 വർഷം കഴിഞ്ഞ് മഹദിയായി പിന്നെ ഡിഗ്രി ഒക്കെ എടുത്ത് ഇംഗ്ലീഷ് സൈക്കോളജി ഒക്കെ എടുത്ത് പോയ മക്കൾ ഒരുപാട് മേഖലകളിൽ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. പുറത്ത് MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്. +2 കഴിഞ്ഞിട്ട് ഡിഗ്രി നേരെ ജ്യേഷ്ഠത്തി ജയ്ത്തൂരിലാണ് പഠിച്ചത്. പിന്നെ ഇപ്പോ ഉസ്ബെക്കിസ്ഥാനില് MBBS ഞാനവിടെ വായിച്ചു. നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. താഷ്കണ്ടിലാണ് അവരും പഠിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ നമ്മളെ ഓർക്കൊക്കെ ഒരു പ്രചോദനമാവുന്ന ഒരു സംസ്ഥാനം.